നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാനൊരു വളം ഉണ്ടാക്കാനാണ് പോകുന്നത്. വളം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ശീമക്കൊന്നയില. നമ്മളിവിടെ കോട്ടയംകാർ പറയുന്നത് ശീമക്കൊന്ന എന്നാണ്, അല്ല ചിലർ വേലിക്കൊന്ന എന്ന് പറയും. അപ്പം ഇത് ആണ് നമ്മൾ ഇന്ന്. ഇതും അതിൻ്റെ കൂടെ തന്നെ കടലപ്പിണ്ണാക്ക്. നമ്മൾ കടലപ്പിണ്ണാക്ക് കുറച്ച് കുതിരാനായിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കൊന്നയില, ഈ ശീമക്കൊന്നയുടെ ഇല കൂടെ അരച്ച് ചേർത്ത് നമുക്ക് ഒരു വളം ഉണ്ടാക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മളിത് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇത് കണ്ടോ, ഇത് ഇനി നമ്മൾ ഈ മിക്സി കഴുകിയ വെള്ളവും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം. ഞാനിത് മിക്സിക്കകത്തിട്ടാണ് അരച്ചെടുത്തത്. ഇത് അരച്ചിട്ട് ഇത് നമ്മൾ കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ ചേർത്തിട്ട് കാണിക്കാവേ. കടലപ്പിണ്ണാക്ക് അത് പാത്രം മാറി ഇത് കണ്ടോ, കടലപ്പിണ്ണാക്ക് ഞാനിങ്ങനെ ഇത് പുളിക്കാൻ വെള്ളത്തിയിട്ട് അത് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തിട്ട് അതൊന്ന് പതുക്കെ കുതിർന്ന് വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടിത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ആ ഇല, കൊന്നയില, ശീമക്കൊന്നയുടെ ഇല അരച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി വേണ്ട, നല്ല പച്ച നിറത്തിൽ ഇത് നമ്മളിങ്ങനെ ഒരു വൈകുന്നേരം വരെയോ ഇല്ലേ ഇന്നൊരു ദിവസമോ, ഇന്നൊഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയാണിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത്. ഇതിങ്ങനെയല്ല കേട്ടോ ഒഴിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ 5 കപ്പ് വെള്ളവും കൂടി ചേർക്കും. അങ്ങനെയാണ് ഇത് ഓരോ ചെടിയുടെയും ചുവട്ടിൽ. എന്നിട്ട് ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം. കടലപ്പിണ്ണാക്കിന് വിലയുണ്ട്, പക്ഷേ പുളിച്ച കഞ്ഞിവെള്ളത്തിനും കൊന്നയിലയ്ക്കും വിലയൊന്നും കൊടുക്കണ്ട. അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഓരോ പച്ചക്കറിക്കും പ്രത്യേകം വളമൊന്നും ഉണ്ടാക്കാറില്ല. ജൈവ സ്ലറി ഉണ്ടാക്കുവാണേലും എല്ലാത്തിനും കോരി ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈ കൊന്നയിലയും കടലപ്പിണ്ണാക്കും പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ കൂട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും എല്ലാ പച്ചക്കറിക്കും ചെടിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കും. ഞാൻ പ്രത്യേകിച്ച് ഓരോരുത്തർക്കായിട്ടൊരു വളമൊന്നും ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുമ്പം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. ഓക്കെ, രാവിലെ നമ്മൾ കടലപ്പിണ്ണാക്കും പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കൊന്നയിലയും കൂടെ അരച്ച് കൂട്ടിയിട്ടത് ഇപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പം ചെടിക്ക് കോരി ഒഴിക്കുകയാണ്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ്. ഈ പാത്രത്തിന് ഒരു 1.5 പാത്രം ഒഴിച്ചിട്ട് ഒരു 10 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 10 ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി ഇത് നമ്മളൊന്നും ചെയ്യണം. ഇത് നേരെ കോരി ഇങ്ങനെ ഒരു റോസാണേ, ചെങ്കല്ല് കളറുള്ള റോസാണ്. അതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.